നമസ്കാരം. പതിരും കതിരും. സൂര്യനായി തഴുകി ഭരണത്തിലേറ്റിയോ രച്ചനെയാണെനിക്കിഷ്ടം, വീണേടച്ചനെയാണെനിക്കിഷ്ടം. എന്തിനാണിങ്ങനെ ശ്രുതിയും താളവുമില്ലാതെ പാടി നാണം കെടുത് എന്ന് പ്രിയ സുഹൃത്തെ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ പാടിയില്ലെങ്കിൽ വർത്തമാനകാലത്തെ കമ്മി ഫലിതങ്ങൾ എങ്ങനെ ആസ്വദിക്കും? പാട്ട് മറന്നുപോയാൽ നട്ടല് പൊട്ടി നമ്മളും ചാവും. ഞെട്ടില്ല വട്ടേല എന്ന കടങ്കഥ പോലെ വട്ടില്ലാത്ത കമ്മികളെ ഇപ്പോൾ കാണാൻ കിട്ടാത്ത അവസ്ഥയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റീൽസ് വന്ന് എങ്ങനെയായിരിക്കണം ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് സൂര്യനായി തഴുകി മരുമകനെ ഭരണത്തിലേറ്റിയ അമ്മാശനെ ഓർത്തുപോയത്. അമ്മായി അച്ഛനെയാണെനിക്കിഷ്ടം. എങ്ങനെയായിരുന്നു ഒരു ജനകീയനായ മുഖ്യമന്ത്രി പെരുമാറേണ്ടതെന്ന് മരുമകൻ സതീശന് ക്ലാസ് എടുക്കുകയാണ്. പരാതിയുമായി ചെല്ലുന്നവരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ മനസ്സ് കാണിക്കണം. അവരുടെ പ്രശ്നങ്ങളിൽ അപ്പോൾ തന്നെ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണം. ഈ മുഹമ്മദ് റിയാസിൻ്റെയൊക്കെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ തോന്നുക കേരളത്തിലെ കമ്മികളല്ലാത്ത ജനങ്ങളെല്ലാം മാക്കൊണ്ടക്കാരാണെന്ന്. ഭരണത്തിലിരിക്കുമ്പോൾ ഓർമ്മകൾ പോകുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ പോലെയല്ല കേരളത്തിലെ ജനങ്ങൾ. റിയാസെങ്കിലും അമ്മാശനെ മുറുകെ പിടിച്ചുകൊള്ളണം. ആ കണ്ണൂർ സെറ്റ് ഇപ്പോൾ അടിച്ചു പിരിയുന്ന ലക്ഷണമാണ് കാണുന്നത്. പിണറായി വിജയൻ എന്ന ഏകശില ഇതാ ഉപ്പുതൂണ് പോലെ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ചെറു കാറ്റേറ്റാൽ തവിട് പൊടിയായി താഴെ വീഴും. 36 അടിയാണ് പഴയകാലത്തെ അയിത്തത്തിൻ്റെ കണക്ക്. 56 അടി അകലം മാറ്റി നിർത്തി മനുഷ്യനെ പുഴുക്കളെപ്പോലെ കണ്ട ഒരു ഭരണാധികാരിയായിരുന്നു പിണറായി വിജയൻ. ആ അമ്മാശൻ്റെ മഹത്വമാണ് മരുമോൻ പറയുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു സ്വയം പരാതിക്കാരനായി മാറിയിരിക്കുന്നുവെന്നും സമ്മർദ്ദം കൊണ്ട് മുഖ്യമന്ത്രിയായതുപോലെയല്ല ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും മുന്നറിയിപ്പ് നൽകുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കസേരയിരുന്ന സുവർണകാലത്തെപ്പറ്റി ഒന്നും ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ് അയ്യോ പൊന്നേ നല്ലത്. അത്താഴപ്രശ്നക്കാരുണ്ടോ, പരാതിക്കാരുണ്ടോ, സങ്കടം പറയാൻ ആരെങ്കിലുമുണ്ടോ? ഇങ്ങനെ പതിവായി വിളിച്ചു ചോദിക്കാതെ ക്ലിഫ് ഹൗസിൻ്റെ പടിപ്പുര വാതിൽ അടയ്ക്കുമായിരുന്നില്ല. നിസ്വനായ മനുഷ്യൻ്റെ കണ്ണീർത്തുള്ളിയിൽ ഒരു സൗരമണ്ഡലം കാണുമായിരുന്നു പിണറായി വിജയൻ. ചേടാ, ഇവന്മാർക്കൊന്നും നാണവും മാനവും ഉളുപ്പുമില്ലാത്ത അവസ്ഥയായോ? നാറുന്നതും മണക്കുന്നതും ഈ വർഗത്തിന് തിരിച്ചറിയാതെയായിരിക്കുന്നു. എന്തൊരു വാടയുള്ള വാസന എന്ന് ബഷീർ ശബ്ദങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് ഓർമ്മ വരുന്നത്. അതിജീവിതമാരെങ്കിലും തൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ പരാതി പറയാൻ ചെന്നാൽ മുഖ്യമന്ത്രി ഓഫീസ് തുറന്നു വെച്ച് പാതിരാത്രി വരെ കാത്തിരിക്കുമായിരുന്നു. റിയാസിനറിയുമോ മഹിജ എന്നൊരു സ്ത്രീയെ? അവരുടെ മകൻ ജിഷ്ണു പ്രണോയ് എന്ന കുട്ടിയെ അറിയാമോ? സ്വാശ്രയ കോളേജിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അവൻ്റെ കഥകൾ നിങ്ങൾ മറന്നുപോയോ? മകൻ്റെ മരണം CBIയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിജയും കുടുംബവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന ദിവസം ഓർമ്മയുണ്ടോ? മഹിജയുടെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലി ആയിരുന്നു. വിഷുക്കണിക്കൊപ്പം പിണറായി വിജയൻ്റെ ചിത്രം കൂടി വെക്കണേയെന്ന് ജിഷ്ണു ഒരു വിഷുക്കാലത്ത് സഹോദരിയോട് തലേ ദിവസം വിളിച്ചു പറഞ്ഞിരുന്നു. ഒടുവിൽ പരാതി പറയാൻ വന്ന കുടുംബത്തെ നടു റോഡിലിട്ട് തല്ലിച്ചതച്ചതും വലിച്ചിഴച്ചതും ഒന്നും ആരും മറന്നിട്ടില്ല റിയാസെ. മലയാളപ്പുഴക്കാരൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ഓർമ്മയുണ്ടോ റിയാസിന്? അതും ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലി ആയിരുന്നു. അവരും ആ മനുഷ്യൻ്റെ മരണത്തെപ്പറ്റി CBIയെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എത്രയോ കയറിയിറങ്ങി. നിങ്ങൾ കണ്ട ഭാവം നടിച്ചിട്ടുണ്ടോ? ആ കുട്ടിക്കൊരു ജോലി കൊടുക്കാൻ നിങ്ങളുടെ ഭരണകാലത്ത് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാം പോട്ടെ, പിണറായി വിജയൻ ഇരിക്കുന്ന കസേരയ്ക്ക് ഭയങ്കര മഹത്വമായിരുന്നു എന്ന് സമ്മതിച്ചു. പക്ഷേ കോന്നിയിലൊരു വേദിയിൽ നിന്ന് പ്രസംഗിച്ചപ്പോഴുള്ള അനുഭവം നമ്മൾ കേട്ടതാണ്. സാർ, ഒരു ചോദ്യം, അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് ഉത്തരം. ഈ പുള്ളിയാണോ പരാതി പറയാൻ നേരിട്ട് ചെല്ലുന്നവരെല്ലാം സ്വീകരിച്ചാനയിച്ചിരുത്തുന്നത്? എണ്ണിയാലൊടുങ്ങാത്ത അകമ്പടി വണ്ടിയുമായി കേരളം മുഴുവൻ ചീറിപ്പാഞ്ഞു നടന്ന മനുഷ്യൻ്റെ അരികിലേക്ക് ആരാണ് പരാതി പറയാൻ ചെല്ലുക? മുഖ്യമന്ത്രി ഇരിക്കേണ്ട സീറ്റിനെ പറ്റിയും പെരുമാറേണ്ട രീതിയെപ്പറ്റിയുമൊക്കെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇങ്ങനെ മുണ്ടും മടക്കിക്കുത്തി നാട്ടുകാരെ കാണിക്കാൻ ചെളിയിലിറങ്ങി നിരങ്ങി നടക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ജനവിരുദ്ധനായി ജനങ്ങളുടെ കണ്ണിൽ നിന്നും അകന്നു കഴിയേണ്ട ആളല്ല. കൂടുതൽ ജനകീയനായി മുണ്ടും മടക്കിക്കുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം അച്ഛാ എന്ന് റിയാസ് എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പാർട്ടി കമ്മിറ്റിയിൽ ഈ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറയാതിരുന്നത്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അദ്ദേഹം അതനുസരിച്ചിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ദുർഗതി വരില്ലായിരുന്നു മർമോനെ. കണ്ണിൽ കുത്തിയിട്ട് കണ്ണീരിൻ്റെ കാരണം തേടാൻ വരല്ലേ റിയാലിസേ?
കമ്മ്യൂണിസം മതിമറന്ന് ജനങ്ങളുടെ കണ്ണിൽ കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്.